നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ആശങ്കയുയർത്തുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പാലക്കാട് തൃത്താലയിൽ +1 വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് ചോദിച്ചു. വിദ്യാർത്ഥിയോട് ക്ഷമിച്ചതായി അധ്യാപകനും വ്യക്തമാക്കി. സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അധ്യാപകരല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് വീഡിയോ എടുത്തിട്ട് സാറിന് പിന്നെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൈ ചൂണ്ടി കൊലവിളി നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിനായിരുന്നു വിദ്യാർത്ഥി പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് ചോദിച്ചതോടെയാണ് ക്ഷമിക്കുന്നതായി അധ്യാപകനും വ്യക്തമാക്കിയത്. രക്ഷിതാക്കൾ എന്തു പറയുമെന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതെന്നാണ് വിദ്യാർത്ഥിയുടെ വിശദീകരണം. ഇതോടെ കുട്ടിക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കില്ലെന്നും തുടർന്നും സ്കൂളിൽ പഠിക്കാൻ സാധിക്കുമെന്നുമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങച്ച കാറ്റ്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് വീഡിയോ എടുത്തിട്ട് സാറിന് പിന്നെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോണുണ്ടോ? സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിക്കുകയും ഫോൺ പ്രധാന അധ്യാപകനെ ഏൽപ്പിക്കുകയുമായിരുന്നു. തുടർന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതുൾപ്പെടെ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി ശിവൻകുട്ടി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അധ്യാപകർ പകർത്തിയ ദൃശ്യം വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്ക് കൈമാറിയിരുന്നെന്നും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അധ്യാപകരല്ലെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വാദം. വിദ്യാർത്ഥിയെ കൗൺസിലിംഗിന് വിധേയനാക്കുമെന്നും സംഭവത്തിൽ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയതായും പ്രിൻസിപ്പൽ AK അനിൽകുമാർ വ്യക്തമാക്കി. ആ സമയത്ത് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഫോൺ തരണമെങ്കിൽ രക്ഷിതാവ് വരണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങച്ച കാറ്റ്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് വീഡിയോ എടുത്തിട്ട് സാറിന് പിന്നെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോണുണ്ടോ? ന്യൂസ് 18 പട്ടാമ്പി.